കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? Can anyone tell me aquatic plants എത്ര type of aquatic plants നമ്മൾ പഠിച്ചു? ഏതൊക്കെയാണ്? How many types of aquatic plants? What are they? Floating Yes, plants, fixed plants. Floating plants, fixed plants, underwater plants. That plants and floating plants, fixed plant, underwater plants. Floating plants and fixed plants ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? Plants and fixed plants. നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ നോട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നോ? aquatic plantsന്റെ എന്താണ് പ്ലാന്റ്സ് ഇൻ ഡെസേർട്ട് വരെ അയച്ചില്ലേ? ഓക്കെ ഫൈൻ, കേട്ടു. എല്ലാരും ഇനി മ്യൂട്ട് ചെയ്തോളൂ. യെസ്, അക്വാട്ടിക് പ്ലാന്റ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ദർ ആർ 3 type of. യെസ് നൈനിക വെച്ചോളൂ, താഴെ വെച്ചോളൂ കേട്ടോ. അക്വാട്ടിക് പ്ലാന്റ്സിൽ നമ്മൾ 3 type of plants കണ്ടു. ഫ്ലോട്ടിംഗ് പ്ലാന്റ്, ഫിക്സ്ഡ് പ്ലാന്റ്സ് ആൻഡ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പായൽ വർഗത്തിൽപ്പെട്ടതൊക്കെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കും. അത് അവര് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഉണ്ടാവില്ല. അതിങ്ങനെ ദേ വിൽ ബി മൂവിങ്. അതാണ് ഫ്ലോട്ടിംഗ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുക എന്നാണ് അർത്ഥം. വെള്ളത്തിൽ പൊങ്ങി കിടന്നിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പ്ലാന്റ്സ്, വെള്ളത്തില് ഉറപ്പിച്ചു നിൽക്കുന്ന എന്താണ് വളരുന്ന പ്ലാന്റ്സ്. ലൈക്ക് നമ്മളുടെ ലോട്ടസ്, താമര, ആമ്പൽ, ഇതുപോലത്തെയുള്ള ചെടികളൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ വേരുകള് താഴെ മണ്ണില് ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഫിക്സ് ആണ്, അവര് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള പ്ലാന്റ്സ് അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ദ ലാസ്റ്റ് വൺ ഈസ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. അണ്ടർ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ അടിയിൽ വളരുന്ന പ്ലാന്റ്സുകൾ. സാധാരണ നിങ്ങളെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കടലിലേക്ക് അടിയിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? യെസ്, അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. അണ്ടർ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ അടിയിൽ വളരുന്ന പ്ലാന്റ്സ് മൊത്തമായിട്ട് ദേ വിൽ ബി അണ്ടർ ദ വാട്ടർ. ഓക്കെ, സോ എന്താണ്? ടേപ്പ് ഗ്രാസ് ആൻഡ് പോണ്ട് വീഡ്. ടേപ്പ് ഗ്രാസ് എന്നും പോണ്ട് വീഡ് എന്നുള്ളത് പ്ലാന്റ്സ് ഒക്കെയാണ് സാധാരണ അണ്ടർ വാട്ടറിൽ കാണുക. ടേപ്പ് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് വീതിയേറിയ ഇങ്ങനെ നീളത്തില് വീതിയേറിയ ഇലകളാണ് അതിനുണ്ടാവുക. കണ്ടിട്ടില്ലേ? പുല്ല് സാധാരണ നമ്മൾ പറമ്പിലൊക്കെ വളരുന്ന പുല്ല് കണ്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ ഗ്രാസ് എന്ന് പറയുക. സോ വെള്ളത്തിന്റെ അടിയിൽ വളരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ നീളത്തില് എന്താണ്? പരന്ന ഇലകളായിരിക്കും. നീളത്തില് പരന്ന ഇലകൾ, അതിനാണ് ടേപ്പ് ഗ്രാസ്. ടേപ്പ് മാതിരി ഇങ്ങനെ നീണ്ടത്. ദേ വിൽ ബി ഹാവിംഗ് ലോങ് ലീഫ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഈ ടേപ്പ് ഗ്രാസ് ഒക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിലാണ് ഇങ്ങനെ വളർന്നു വരിക. നിങ്ങൾ അണ്ടർ വാട്ടർ സീഡ് ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, അതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ടേപ്പ് ഗ്രാസ് ദേ വിൽ ബി ഗ്രോയിങ് അണ്ടർ ദ വാട്ടർ. സോ അണ്ടർ ദ വാട്ടറിൽ വളരുന്ന റിബൺ മാതിരി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അതിന് ഇങ്ങനത്തെയുള്ള ലീഫിന് എന്താണ്? അവർക്ക് ദേ വിൽ നോട്ട് ഹാവ് സ്റ്റൊമാറ്റ. വാട്ട് യു മീൻ ബൈ സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിലുള്ള ചെറിയ ഹോൾസ് ആണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആ ചെറിയ ഹോൾസ് ആണ് ഈ പ്ലാന്റ്സിന്റെ ലീവ്സിലൊക്കെ കാണാൻ സാധിക്കും. അതിലേക്കൂടിയാണ് പ്ലാന്റ്സ് എന്താണ് എയർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ അടിയിൽ വളരുന്ന ലീവ്സിന് they will not be having stomata. Okay, openings, holes. ഇങ്ങനെയുള്ള വെള്ളത്തിന്റെ അടിയിൽ വളരുന്ന പ്ലാന്റ്സ് they will not have stomata. അവരുടെ ഫുൾ ബോഡിയിൽ കൂടെയും അവർ എയർ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സാധാരണ ലാൻഡിൽ വളരുന്ന പ്ലാന്റ്സിൽ എയർ എങ്ങനെയാണ്? how they are absorbing air? through their leaf opening called stomata. Okay, but underwater plants they are not having stomata. അവർക്ക് സ്റ്റൊമാറ്റ ഉണ്ടാവില്ല. their entire body is absorbing the air. അവരുടെ മൊത്തത്തിൽ പ്ലാന്റിന്റെ താഴെ തൊട്ട് മുകളിൽ വരെയുള്ള ഭാഗങ്ങളിൽ കൂടെ അതിങ്ങനെ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് സ്റ്റൊമാറ്റ ഉണ്ടാവില്ല. സോ അതെന്താണ്? അണ്ടർ വാട്ടറിൽ വളരുന്നതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സവിശേഷതയാണ് ആ പ്ലാന്റിനുള്ളത്.
ഇത്രയേ ഉള്ളൂ അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. സോ ദർ ആർ 3 types of plants: floating plants, fixed plants and aquatic plants. Floating plants ന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? duckweed and water lettuce. Okay, Ben, fixed plants ന് lotus. ലോട്ടസ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മളുടെ ആമ്പൽ, താമര, ആമ്പൽ, ഇതൊക്കെ ഫിക്സ്ഡ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. Then last one is underwater plant: tape grass and pond weed. These are examples for underwater plants. Okay, so ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. Then last one ഒരു സ്പെഷ്യൽ കാര്യം കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. That is called Chipko movement. What do you mean by Chipko movement? Okay. Arjun, can you read that from the text? Chipko movement. Can you please read? Okay, Miss. Plants are essential for all living beings. Essential for all living beings. They provide food, oxygen, home for all animals and birds, and a variety of products like timber, wax, honey, and natural dyes. The roots of plants blind the soil and prevent soil erosion. So it is important to protect plants. Okay, fine. Stop. Arjun, please stop. Okay. So എന്താ നമ്മളിപ്പോ കണ്ടത്? പ്ലാന്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ഓൾ ഹ്യൂമൻ ബീങ്സ് അല്ലെ? നമ്മൾക്ക് എല്ലാവർക്കും പ്ലാന്റ്സ് ആവശ്യമാണ്. ഇവർ എന്തൊക്കെയാണ് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? They provide ഫുഡ് തരുന്നുണ്ട്, ഓക്സിജൻ തരുന്നുണ്ട്, പിന്നെ പലതരത്തിലുള്ള ബേർഡ്സിനും ആനിമൽസിന്റെയും അവരുടെ ഹോമാണ്. പക്ഷികളൊക്കെ പ്ലാന്റ്സിലും ട്രീസിലൊക്കെയാണ് അവർ താമസിക്കുന്നത് അല്ലെ? Then variety of products like timber എന്ന് പറഞ്ഞാൽ എന്താണ്? തടി. വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുക്. ചില പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് മെഴുക് കിട്ടുന്നുണ്ട്. ഹണി, തേൻ കിട്ടുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് കിട്ടുന്നുണ്ട്. Then the roots of plants bind the soil and prevent soil erosion. ഈ എന്താണ് നമ്മളുടെ പ്ലാന്റ്സിന്റെയും ട്രീസിന്റെയും ഒക്കെ റൂട്ട് മണ്ണിനെ പിടിച്ചു നിർത്തുന്നു. ഓക്കെ, മണ്ണില് അതിനെ ബലമായിട്ട് പിടിച്ചു നിർത്തുന്നതുകൊണ്ട് മണ്ണൊലിപ്പിനെ ഒരു പരിധി വരെ തടയാൻ വേണ്ടി ട്രീസിന് സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് ദ പ്ലാന്റ്സ്. നമ്മൾക്ക് പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അഫ്ല അടുത്ത പാരഗ്രാഫ് വായിച്ചേ. There have been many movements in the past to protect plant. One such movement was the Chipko movement. The Chipko movement was started in the 1970s by women. അതെങ്ങനെയാണ് വായിക്കുന്നത്? അതൊരു വർഷമല്ലേ ഇരിക്കുന്നത്, അതെങ്ങനെയാണ് വായിക്കുക? By women from the Garhwal Himalayan region in the present day state of Uttarakhand. The movement was started under the leadership of Chandi Prasad Bhatt and Sundarlal Bahuguna. മതി. സ്റ്റോപ്പ്. സാൽ ബാക്കി വായിക്കൂ. ഓക്കെ, നോക്കിയിരുന്ന എല്ലാവരും. The word Chipko in Hindi means to stick or to hug. The women of Reni village of Uttarakhand prevented trees from being cut down by hugging them. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിപ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു സ്റ്റിക്ക് ഓർ ടു ഹഗ്. ഹിന്ദി വേർഡ് ആണ് ചിപ്കോ. ചിപ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടു ഹഗ് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ടു ഹഗ് ഓർ ടു സ്റ്റിക്ക്. സോ ചിപ്കോ മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്? 1970 ഈ ചിപ്കോ മൂവ്മെന്റ് നടത്തിയത്. ടു സേവ് ട്രീസ്. ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിപ്കോ മൂവ്മെന്റ് സംഘടിപ്പിച്ചത്. എവിടെയാണ് നടത്തിയത്? ഗാർവാൾ ഹിമാലയൻ റീജിയൻ, ഗാർവാൾ എന്നുള്ള സ്ഥലത്ത്. ഇപ്പോ അത് ഉത്തരാഖണ്ഡ് എന്നുള്ള സ്റ്റേറ്റിന്റെ അണ്ടറിലാണ്. ഓക്കെ, സോ ഗാർവാൾ റീജിയനില്, ഗാർവാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് സുന്ദർലാൽ ബഹുഗുണ, ചന്ദി പ്രസാദ് ഭട്ട് ഇവരുടെ നേതൃത്വത്തിൽ മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മള് ചിപ്കോ മൂവ്മെന്റ് നടത്തിയത്. എന്താണ് അവരവിടെ ചെയ്തത്? അവിടുത്തെ സ്ത്രീകൾ, അവിടെ മരം മുറിക്കുന്നത് വളരെ അധികമായിട്ട് കൂടിയപ്പോൾ അവിടുത്തെ സ്ത്രീകൾ മരം വെട്ടാൻ വന്നവരെ തടുത്തുകൊണ്ട് മരങ്ങളെ കെട്ടിപ്പിടിച്ച്, നിങ്ങളുടെ ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ, മരങ്ങളെ ഇങ്ങനെ അവര് കെട്ടിപ്പിടിച്ചു നിന്നു. ഓക്കെ, മരം മുറിക്കാൻ ആൾക്കാർ വന്നപ്പോൾ മരങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നു. ഞങ്ങള് മരങ്ങൾ മുറിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീകൾ, സുന്ദർലാൽ ബഹുഗുണയുടെയും നേതൃത്വത്തില് അവിടുത്തെ സ്ത്രീകള് മരങ്ങളെ സംരക്ഷിക്കാൻ നടത്തിയ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിനെയാണ് നമ്മൾ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. 1970 ഗാർവാൾ റീജിയൻ, ഓക്കെ, ഗാർവാൾ റീജിയൻ ഓഫ് പ്രസന്റ്, ഇപ്പോഴുള്ള ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിരുന്ന ഗാർവാൾ റീജിയനിലാണ് ഈ പ്രക്ഷോഭം നടത്തിയത്. ചിപ്കോ മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്? ടു പ്രൊട്ടക്ട് ട്രീസ് ഫ്രം കട്ടിംഗ് ഡൗൺ. മരം മുറിക്കലിനെതിരെ നമ്മളുടെ മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാർവാൾ റീജിയനിലുള്ള സ്ത്രീകൾ എവിടത്തെയാണ്? റെനി വില്ലേജ്, എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? റെനി വില്ലേജില്, റെനി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ സ്ത്രീകൾ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ചിപ്കോ മൂവ്മെന്റ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? യെസ്. അഫ്ലക്ക് എന്താണ് അവിടെ ഇരുന്നത്? എന്താണ് ഈ മോൻ കൊണ്ട് ആക്ഷൻ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അഫ്ല, എന്താണ് അവിടെ പരിപാടി? ശ്രദ്ധിക്കുന്നുണ്ടോ? ചിപ്കോ മൂവ്മെന്റ് ആരാ നടത്തിയേ? എല്ലാവരും ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരുന്നോണം, കേട്ടല്ലോ? എനിക്ക് കാണാം, ആരും വീഡിയോ ഓഫ് ചെയ്യണ്ട, എനിക്ക് ഇവിടെ നിന്നാ കാണാം ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. സൗണ്ട് കേട്ടില്ലെങ്കിലും ജസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക. ഉവൈസ് അഹമ്മദ് വീഡിയോ ഓൺ ചെയ്യും. Look at some floating aquatic plants. Water hyacinth, duckweed, and water lettuce are some examples of floating plants. These plants can float on water because they are light or small in size. They have light and spongy stems that float on water. Fishes or from the sun's heat. Plants with roots fixed to the bed or the bottom of the pond. Water. Its hollow and light stem keeps the leaves and flowers floating on the water's surface. Did you know that the lotus stem, called Kamal Kakri in Hindi, is eaten as a vegetable? It can be used to make tasty dishes. The lotus leaves are broad and flat. They have stomata only on the upper surface of the leaves. Notice how water doesn't all get absorbed into the lotus leaf but stays on the top. This is because of the waxy coating on the surface of these leaves. This coating prevents the leaves from rotting. The leaves are good as a nesting place for some tiny birds. Now let's look at some underwater plants. Deep grass and pondweed are some examples of underwater plants. These plants grow under the surface of water and underwater. They have long, thin, narrow leaves like ribbons.
or bunches from the roots. They do not have stomata as they breathe from their bodies. These underwater plants remove carbon dioxide breathed out by fishes and underwater animals. Because they clean the water in this way, they are planted in a നമ്മളിപ്പോ പഠിച്ച പ്ലാന്റ്സിന്റെ അക്വാട്ടിക് പ്ലാന്റ്സിന്റെ 3 കാറ്റഗറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലോട്ടിംഗ്, വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നത്, വാട്ടർ ഹൈക്കാൻ. ദെൻ നെക്സ്റ്റ് എന്താണ്? പായലിന്റെ വെറൈറ്റികളാണ്. നോക്കിക്കേ, പിക്ചർ നോക്കിയേ, ഡക്ക് വീഡ് ആൻഡ് വാട്ടർ ലെറ്റ്യൂസ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പായലുകളാണ്. ഇത് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്. These plants can float on water because they are light or small in size. They have light and spongy stems that float on water. കട്ടി കുറഞ്ഞ, വെയിറ്റ് കുറഞ്ഞ, സ്പോഞ്ച് മാതിരിയുള്ള സ്റ്റെം ആണ് ഈ പ്ലാന്റ്സിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. Floating plants protect small water animals such as fishes or frogs from the sun's heat. സോ ഇതിങ്ങനെ പായൽ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നതുകൊണ്ട് വെള്ളത്തിന്റെ അടിയിലുള്ള ചില ഫിഷസിനൊക്കെ അത് ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയത്ത് ഈ ഫിഷസിനെയൊക്കെ ആ വലിയ ചൂടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ പായൽ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ വരുമ്പോൾ. ഓക്കെ, Plants with roots fixed to the bed or the bottom of the pond are fixed plants. ഫിക്സ്ഡ് അക്വാട്ടിക് പ്ലാന്റ്. ലോട്ടസും നമ്മളുടെ താമരയും ആമ്പലും ഒക്കെ ഫിക്സ്ഡ് അക്വാട്ടിക് പ്ലാന്റ് ആണ്. ലീഫും ഫ്ലവറും it will be on the surface of the water and this is the root. റൂട്ട് നോക്കിക്കേ, താഴെ പോട്ട് നീങ്ങി വെള്ളത്തിന്റെ അടിയിലുള്ള മണ്ണിലായിരിക്കും അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, Have you seen any fixed plants? Water lily and lotus are examples of fixed plants. The broad leaves of lotus float on the surface of water to get sunlight. നിങ്ങൾ എല്ലാവരും താമരയുടെ ഒക്കെ ഇലകൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ട്, ഇവിടെ നോക്കുക. നല്ല പരന്ന ഇലകളായിരിക്കും. അതിന്റെ സ്റ്റെം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോൾ ഉള്ള സ്റ്റെം ആയിരിക്കും. ഇതാണ് ഒരു താമരയുടെ സ്റ്റെമ്മിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നിറച്ചും നടുക്ക് ഇങ്ങനെ ഹോൾസ് ആണ്, പൊള്ളയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അത് എന്താണ് ബാക്കിയുള്ള ആ ഒരു പ്ലാന്റിനെ പിടിച്ചു നിർത്തി അതിനെ വെള്ളത്തിന്റെ മുകളിൽ പിടിച്ചു നിർത്തുന്നത് ഈ ഹോളോ ആയിട്ടുള്ള സ്റ്റെം കാരണമാണ്. സോ ഈ സ്റ്റെം നോർത്തിലൊക്കെ ഈ താമരയുടെ ഈ തണ്ട് കൊണ്ട് അവര് കറികളൊക്കെ ഉണ്ടാക്കും. കമൽ കി കക്കടി എന്നൊക്കെ പറയും അവർ. ഓക്കെ, This stem keeps the leaves and flowers floating on the water surface. Did you know that the lotus stem called Kamal is eaten as a vegetable? It can be used to make tasty dishes. The lotus leaves. ലോട്ടസിന്റെ ലീഫ് ആണ് ഇത്. എല്ലാരും കണ്ടിട്ടില്ലാത്തവർ ഇവിടെ നോക്കുക. സോ ബ്രോഡ് ആയിട്ടുള്ള വലിയ ലീവ്സ് ആണ് അല്ലെ. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ പറഞ്ഞു വെള്ളം പറ്റിപ്പിടിക്കാത്ത വിധത്തിലുള്ള ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഇതിൽ സ്റ്റിക്ക് ആവാത്തത്, ഒട്ടിപ്പിടിക്കാത്തത്. Are broad and flat. They have stomata only on the upper surface. ലീഫിന്റെ ഹോൾസ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ഓപ്പണിംഗ് ത്രൂ വിച്ച് പ്ലാന്റ്സ് ബ്രീത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. അപ്പോൾ ഈ ലോട്ടസ് പോലെയുള്ള പ്ലാന്റ്സിന്റെ സ്റ്റൊമാറ്റ ലീഫിന്റെ മുകളിൽ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ദേ ക്യാൻ അബ്സോർബ് എയർ. എയറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വലിച്ചെടുക്കാൻ വേണ്ടി വാട്ടർ ലില്ലിയുടെയും ലോട്ടസിന്റെ ഒക്കെ സ്റ്റൊമാറ്റ ലീഫിന്റെ മുകളിലായിരിക്കും. Notice how water doesn't all get ഇതാണ് absorbed വെള്ളം into അതിൽ the lotus സ്റ്റിക്ക് ആവാത്തതാണ് ഇപ്പൊ കാണിക്കുന്നത്. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടോ ആമ്പലിന്റെ ഇല ഇങ്ങനെ ഇളക്കുമ്പോ വെള്ളം ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അല്ലേ. സോ വാക്സി കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ്. This coating prevents the leaves from rotting.
The leaves are good as a nesting place for some tiny birds. Now let's look at some underwater plants. നെക്സ്റ്റ് ഈസ് അണ്ടർ വാട്ടർ. നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, ടേപ്പ് ഗ്രാസും പോണ്ട് വീഡ്. ഇതാണ് ടേപ്പ് ഗ്രാസ്. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, റിബൺ മാതിരി നീണ്ട ഇലകളോടെ ഉള്ളതാണ് ടേപ്പ് ഗ്രാസ്. ഇതാണ് നെക്സ്റ്റ് ഈസ് ദിസ് വൺ ഈസ് പോണ്ട് വീഡ്. സോ ഇത് രണ്ടുമാണ് നമ്മളുടെ ഏതാണ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. അപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ. വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. ഫിക്സ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ഫിക്സ്ഡ് പ്ലാന്റ്സ് ആൻഡ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. ദെൻ ചിപ്കോ മൂവ്മെന്റ് ഓർത്തിരിക്കുക. 1970 എന്താണ് സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ റെനി വില്ലേജ് ഓഫ് ഉത്തരാഖണ്ഡ് അവര് നടത്തിയ മൂവ്മെന്റ് ആണ് ടു പ്രൊട്ടക്ട് ട്രീസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ചിപ്കോ മൂവ്മെന്റ്? ടു സേവ് ആൻഡ് പ്രൊട്ടക്ട് ട്രീസ്. അതിനു വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഈ അക്വാട്ടിക് പ്ലാന്റ്സിന്റെ കൂടെ ഉള്ള നോട്ട്സ് ഞാൻ തരാൻ വേണ്ടിയിട്ട് that I will share in today. Okay, so next class we will do the exercise. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ഈ ചാപ്റ്റർ വായിച്ചുകൊണ്ട് വരിക, കേട്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് I will ask the questions of this chapter. Clear? കേട്ടോ എല്ലാരും? Okay, fine. ശരി, അപ്പം താങ്ക് യു. See you in the next class. Bye bye.